BR അംബേദ്കർക്ക് ഞങ്ങള് ഭാരതരത്ന അവാർഡ് കൊടുത്തു എന്നാണ് അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചത്. അപ്പൊ ഞാൻ പരിശോധിച്ചു, അല്ല ഇത് ആരായിരിക്കും BR അംബേദ്കറിന്? കോൺഗ്രസ്സുകാർ കൊടുത്തിട്ടില്ല അല്ലേ മുസ്തഫ? അത് ശരിയാണ്. പരിശോധിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അധികാരത്തിലേറിയ VP സിംഗ് ഗവൺമെന്റാണ് BR അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തത്. BR അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്ത VP സിംഗ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി രഥയാത്ര നടത്തിയവരാണ് BJPക്കാർ. പിന്നോക്ക വിഭാഗത്തിന് 27% സംവരണം പ്രഖ്യാപിക്കുന്ന മണ്ഡൽ കമ്മീഷന്റെ ശുപാർശകൾ VP സിംഗ് വിജ്ഞാപനം ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഗവൺമെന്റിനെ BJP അട്ടിമറിക്കുന്നത്. ഇന്ന് അതേ BJP നേതാക്കൾ പാർലമെന്റിലും പുറത്തും പറയും, പിന്നോക്കക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നത്. ഞാനന്ന് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനാണ്. അന്ന് VP സിംഗ് മണ്ഡൽ കമ്മീഷൻ ശുപാർശ നടപ്പിലാക്കുന്ന വേളയിൽ ഡൽഹി തെരുവുകളിലെ കലാപമായിരുന്നു. BJPയാണ് ആ കലാപത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന രാജീവ് ഗോസ്വാമി എന്നുള്ള കുട്ടിയെ തീ കൊളുത്തി, ആത്മഹൂതി ചെയ്തതാണെന്ന് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം തീ കൊളുത്തിയതെന്ന് BJPക്കാർ പ്രചരിപ്പിച്ചു. പക്ഷേ തന്റെ മനസ്സറിവില്ലാതെ തന്റെ ശരീരത്തിലേക്ക് ആരോ പെട്രോൾ ഒഴിച്ച് തന്നെ കത്തിച്ചതാണെന്ന് ആ വിദ്യാർത്ഥി പിന്നീട് മൊഴി നൽകി. അത്രത്തോളം ഹീനമായ നടപടികളിലൂടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ പ്രതിരോധിച്ച BJP ഇന്ന് സംവരണത്തിന്റെ വക്താക്കളായിട്ട് ഇപ്പോൾ പുനർജനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അപഗ്രഥിക്കുമ്പോൾ കൺകെട്ട് വിദ്യകളും കൂടി പഠിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവൂ. അതുപോലെ അതായത് ആരാണ് എന്താണ് എന്നുള്ളത്. 56 ഇഞ്ച് നെഞ്ചളവുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. വിശ്വഗുരു. ലോകത്തിലെ ഏതു ഭരണാധികാരിയോട് എന്തു പറഞ്ഞാലും ആ നിമിഷം ആ ഭരണാധികാരി തന്റെ ആജ്ഞകൾ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം വീമ്പിളക്കുന്നു. ഇപ്പം അദ്ദേഹത്തിന് വളരെ ഇഷ്ടക്കാരനായ ഒരാൾ നമ്മുടെ അമേരിക്കയിൽ ഭരണത്തിൽ വന്നിട്ടുണ്ട്. ആരാത്? ട്രംപ്. മൂപ്പർ എന്തൊക്കെ ചെയ്യാൻ പോകുന്ന നോക്കിക്കോണം കേട്ടാ. എന്തും ചെയ്തു കളയും. ട്രംപിനെ കാണുമ്പോൾ നമ്മുടെ മോഡി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ്. സഹോദരിമാർക്കൊക്കെ അറിയോ ഡൊണാൾഡ് ട്രംപിനെ? TV കണ്ടിട്ടുണ്ട് അല്ലേ? മൂപ്പറുടെ പരിപാടി ആരംഭിക്കാൻ പോകുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അതായത് ഗ്രീൻലാൻഡ് കാനഡയും മൂപ്പർക്ക് വേണമെന്ന്. ഗ്രീൻലാൻഡ് കാനഡയും. ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്വതന്ത്ര ഭൂപ്രദേശമാണ്. കാനഡ എന്ന് പറയുന്നത് സ്വതന്ത്ര രാജ്യമാണ്. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്ക മികച്ചതാകൂ എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുക. ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് അദ്ദേഹം നമ്മുടെ 56 നെഞ്ചളവുള്ള ഭരണാധികാരി അവകാശപ്പെടും. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂർ കത്തിത്തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു, വർഷം പിന്നിട്ടു. ഇന്നേ വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സംസ്ഥാനത്ത് കാലുകുത്തിയിട്ടില്ല. ഞാൻ പാർലമെന്റ് പ്രസംഗിക്കും പറഞ്ഞു, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു നടന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ വന്ന് അവിടുന്ന് ഹെലികോപ്റ്ററിൽ തൃശ്ശൂര് വന്ന് 1 ദിവസമോ 2 ദിവസമോ മുടക്കാൻ സമയമുണ്ടായി. ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഒരു സംസ്ഥാനം എങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല? നോക്കുക ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം. ഇടതുപക്ഷ പാർലമെന്റേറിയൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളൊരു ചെറിയ സംഘം മണിപ്പൂര് പോയി. സമാധാനത്തിലേക്ക്. ഒരുപക്ഷെ ഈ മണിപ്പൂരിന് നമ്മുടെ കേരളവുമായിട്ടൊരു വലിയ സാമ്യമുണ്ട്. ഞാനത് പറയാം. നമ്മൾ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ അഖണ്ഡത, ഐക്യമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും ഭരണാധികാരികൾ ഉഗ്രൻ ഘോഷയാത്രകൾ പോലുള്ള നെടുങ്കൻ പ്രസ്താവനകളിലും വഴിത്താരകളിലും അവർ അഭിരമിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളവുമായിട്ടുള്ള മണിപ്പൂരിന്റെ സാമ്യം എന്താണ്? കേരളത്തിലെ 3 വിഭാഗങ്ങൾ പ്രധാനമായിട്ടും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. ഇത് മതവിഭാഗങ്ങളാണെങ്കിൽ മണിപ്പൂരില് ഇതിന് സമാനമായിട്ടുള്ള 3 വംശങ്ങൾ. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? കുക്കികൾ, മേത്തികൾ. ഇവിടെ നമ്മൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ പോലെ മേത്തികള്, കുക്കികള്, നാഗകൾ. മണിപ്പൂരിൽ മുമ്പ് ഞാൻ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന 3 വിഭാഗക്കാർ. BJP അധികാരത്തിലേറി 5 വർഷം കൊണ്ട് ആ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ആരംഭിച്ചു. ഇന്ന് മേത്തികൾക്ക് മഹാഭൂരിപക്ഷമുള്ള ഇംഫാൽ താഴ്വരയില് ഒരു കുക്കിക്ക് പോലും കാലുകുത്താൻ കഴിയില്ല. ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാര് കുക്കി വിഭാഗത്തിൽ നിന്ന് ഇംഫാലിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ അവരുടെ പ്രതിനിധി സംഘത്തെ ഞങ്ങൾ ആ മലമടക്കുകളിൽ പോയപ്പോൾ കണ്ടു. അവരെല്ലാം വിട്ടെറിഞ്ഞ് അവിടുന്ന് പലായനം ചെയ്യുന്നു.
അതുപോലെ മലമുകളില് പ്രവർത്തിച്ചിരുന്ന കൃഷി ചെയ്തിരുന്ന മേത്തി വിഭാഗക്കാർ മലയിറങ്ങി. ഞാൻ അവിടുത്തെ ഒരു MLA കഴിഞ്ഞ ദിവസം ഒരു കാര്യത്തിന് ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടാസെ, നിങ്ങൾ വന്നപ്പോഴുള്ള എല്ലാ ക്യാമ്പുകളും ഇപ്പോൾ അതുപോലെ തുടരുകയാണ്. അഭയാർത്ഥി ക്യാമ്പ് 60,000-ഓളം ജനങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ, ഈ തകര ടിന്നടിച്ച ക്യാമ്പുകളിൽ കഴിയുകയാണ്. വലിയ തണുപ്പാണ്. ഈ ക്യാമ്പുകളിലാണ് സ്ത്രീകൾ പ്രസവിക്കുന്നത്. ഒരു തുണിയുടെ മറവിലാണ് ഒരു കുടുംബം കഴിയുന്നത്. ഈ ഇന്ത്യ എന്ന് പറയുന്ന സാമ്രാജ്യ തുല്യമായ ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് മിതമായ നിരക്കിലുള്ള ഒരു സുരക്ഷ പോലും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം രാജ്യത്തില്ലാതാക്കിയത് ആര് എന്നൊരു ചോദ്യമുണ്ട്.